ഉദ്ഘാടക പ്രാസംഗികർ പറഞ്ഞ പോലെ മക്കൾ എന്റെ ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നറിയോ? അവർക്ക് അതൊരു ബിസിനസ് ആയിട്ട് തോന്നുന്നില്ല. ലുലുവിന്റെ വീട്ടുകാര് എന്തായിരിക്കും പറയുണ്ടാവുക? അച്ഛന്റെ ബിസിനസ് തരാന്ന് പറഞ്ഞു എന്നൊക്കെ പറയുണ്ടാവും. 1.5 ലക്ഷം കോടി ടോട്ടൽ അസറ്റ്. അംബാനിയുടെ ചെക്കൻ കല്യാണത്തിന് 5000 കോടി രൂപ ചെലവാക്കിയിട്ട് കല്യാണം. മലയാളികളുടെ എഴുതി തിമിർത്തില്ലേ സോഷ്യൽ മീഡിയയിൽ ദൂർത്ത് ഇത്രയും കാശ് ചെലവാക്കിയിട്ട് എന്തിനാ കല്യാണം നടത്തുന്നത്? എത്ര പാവപ്പെട്ട പെൺപിള്ളേരെ കല്യാണം നടത്തിക്കൊണ്ടാണ്. അപ്പൊ റിലയൻസ് ഫാൻസ് എഴുതി തിരിച്ചു മറുപടി, അത് അയാളുടെ ടോട്ടൽ സ്വത്തിന്റെ 0.6% പോലും ഇല്ല. അപ്പൊ വീണ്ടും നമ്മൾ മലയാളികൾ സ്വന്തം മോന്റെ കല്യാണത്തിന് 1% മുടക്കാത്ത ഇവനൊക്കെ ഒരു തന്തയാണോ? തന്ത നമ്മുടെ പണി എന്തിട്ടാ? വെല്ലോന്റെ താഴെ കിടന്നിട്ട് എഴുതുക. 5000 കോടിയുടെ കച്ചവടം നടത്തിയിട്ട് 25,000 കോടിയുടെ സമ്മാനങ്ങളാ വാങ്ങിയേ. ഞാൻ ഇപ്പി പോയ ദുബായ് ട്രിപ്പിൽ ഞാൻ കണ്ടു പാം ജുമേറയില് N എന്ന് പറയുന്ന ലീഫിന്റെ ഏറ്റവും അറ്റത്തെ വീട് മുകേഷ് അംബാനിയുടെ മകന്റെ വീട്. 11 BHK ഹൗസ്, വെറും തുച്ഛമായ 1400 കോടി രൂപ. ആ പാം ജുമേറ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം 22ഓളം ഹോട്ടലുകൾ. ഒരു ഹോട്ടലിൽ അറ്റ്ലാന്റിക്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഞാൻ ചെന്നപ്പം എനിക്ക് മനസ്സിലായത് അവിടെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യണമെങ്കിൽ 22 ലക്ഷം രൂപ. അല്ല, നമ്മളെ പുറത്തുനിന്ന് കണ്ടു കയറാനുള്ള യോഗം ആയിട്ടില്ല ചേട്ടാ. അന്നാ മനസ്സിലായത് ഇനിയും നമ്മൾ പണിയെടുക്കാണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? അവരും കസ്റ്റമറെ കാത്തിരിക്കുകയാണ്. 22 ലക്ഷം രൂപ എന്ന് പറഞ്ഞൊരു റൂം ചാർജ് ആണ്. ബാക്കിയുള്ള സർവീസോ? ഈ 22 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുന്നത് ഒരു ബോട്ടിൽ വെള്ളവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. ഞാൻ ലഞ്ചും ഡിന്നർ. എന്റെ പ്രശ്നമൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അവനും കസ്റ്റമറെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ പ്രൈസ് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് കളിക്കരുത്. എന്തേ അവനത് പ്രൈസ് കൂടുതലല്ലാതെ തോന്നേ? അവൻ മാർക്കറ്റ് ചെയ്യണത് ആ 22 ലക്ഷം രൂപ ഒരു നൈറ്റിന് കൊടുത്ത് ഉറങ്ങാൻ പറ്റുന്ന ആളുകളുടെ അടുത്താണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാ? സാധാരണക്കാരുടെ അടുത്ത് അവൻ മാർക്കറ്റ് ചെയ്യോ? നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കറുത്ത മുത്ത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഫെറാറി കാർ. പരസ്യം കണ്ടിട്ടാ? എന്റെ ഫെറാറി കാർ സ്പോൺസർ ചെയ്യാത്ത കറുത്ത മുത്ത് എന്നുള്ള സീരിയല്. ഒന്ന് ഫെറാറി കാർ ഓടിക്കുന്നവന് കറുത്ത മുത്ത് കാണാൻ നേരണ്ടാവില്ല. 2 കറുത്ത മുത്ത് കാണുന്നവൻ ഫെറാറി കാർ ഓടിക്കൂല. ടാർഗറ്റ് ഓടിക്കുന്ന ഒരു സാധനമില്ലേ? ലൂയി വിറ്റാൻ ഷോറൂം. ഒരു ഷർട്ടിന്റെ വില 2.5 ലക്ഷം 3 ലക്ഷം. ഷോറൂം തുറന്നിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഫ്രാൻസിലെ ലൂയി വിറ്റാന്റെ ലോകത്തിലെ ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള ഹോട്ടൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രൈസ് ആർക്കാണ് പ്രശ്നം? പ്രൈസ് കൂടുതലല്ലേ, വില കൂടുതലല്ലേ? പ്രൈസ് നിങ്ങൾ നേരത്തെ പറഞ്ഞ GST കാര്യത്തിൽ കസ്റ്റമറല്ലേ അടക്കണേ. ഇതിനൊരു സൊല്യൂഷനേ ഉള്ളൂ, കച്ചവടം കൂട്ടുക. നിങ്ങൾക്ക് തോന്നുന്നില്ല ഇതൊക്കെ മാറ്റിയിട്ട് വേറെ പുതിയ സ്ലാബ് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് കാക്കുന്നു? എനിക്ക് വേറെ ഒരു പണിയില്ല. 21% 18 അയ്യോ അതിന്റെ ഇടയിൽ ഒരു സ്ലാബ് ഇല്ല കേട്ടോ. ഒരു സ്ലാബ് ഉണ്ടാക്കിയാലോ? നിങ്ങൾ എല്ലാവരും പിടിച്ചാ ഒരു സ്ലാബ് ഉണ്ടാക്കിയേ. എന്നിട്ട് ഒരു സ്ലാബ് ഉണ്ടാക്കിയിട്ട് ആ സ്ലാബിലേക്ക് എത്തിയിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ മാർഗം എന്താന്ന് വെച്ചാൽ കച്ചവടം കൂട്ടാൻ നമ്മൾ മാറുക എന്നുള്ളതല്ലാണ്ട് വേറൊരു മാർഗവും ഇന്നത്തെ കാലത്തില്ല. പിന്നെ നമുക്ക് സമാധാനിക്കാം. രാഷ്ട്ര പുനർനിർമ്മാണത്തിനായി എന്റെ സംഭാവന. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ തളർത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഈ കച്ചവടം കൂട്ടാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അത് കൂട്ടാൻ തയ്യാറല്ലെങ്കിൽ വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാർ. നിങ്ങൾക്ക് കാർ ഓടിക്കാറിയില്ലേ? കാർ ഓടിക്കാറിയില്ലേ? കാർ ഓടിക്കും. നമുക്ക് കാർ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 സാധനങ്ങൾ പറഞ്ഞേ. ക്ലച്ച്. നിങ്ങൾ ഓട്ടോമാറ്റിക് കാറാ? മാനുവലുകാര് പറഞ്ഞ മാനുവലുകാര് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. നമുക്ക് അതിന് ക്ലച്ചിനെയും ആക്സിലേറ്ററിനെ എടുക്കാം. നിയമം വളരെ സിമ്പിളാ. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്ത് നമ്മളെ പഠിപ്പിച്ചാൽ നിയമമാണ്. ക്ലച്ച് ഉള്ളിലേക്ക് പോകുമ്പോ ബ്രേക്ക് വണ്ടിടിക്കും. ക്ലച്ച് ഉള്ളിലേക്ക് പോകുമ്പോ ആക്സിലേറ്റർ പുറത്തേക്ക് വരും. ശരിയാണോ? ആക്സിലേറ്റർ ഉള്ളിലേക്ക് പോകുമ്പോ ക്ലച്ച് റിലീസ് ആവും. നല്ല ബേസിക് പ്രിൻസിപ്പിൾ. കളിക്കുക. ഇത് ക്ലച്ച്. ഇടത്തെ കൈ ക്ലച്ച് പിടിച്ചേ. ഇടത്തെ കൈ ക്ലച്ച്, വലത്തെ കൈ ആക്സിലേറ്റർ. വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്ക് ഇന്ന് പഠിക്കാം. എന്നിട്ട് ഓടിച്ചോളൂ. പിടിച്ചാ പറയരുത്.
കാരണം ബ്രേക്കിനെ പറ്റിയിട്ട് നമ്മൾ പ്രതിപാദിക്കുന്നില്ല. ക്ലച്ച് ചെയ്തേ ക്ലച്ച് വിളിക്കുക. അപ്പൊ ആക്സിലേറ്റർ അല്ല, എടുത്ത കൈയില്ല ക്ലച്ച് വരിക. നിങ്ങളുടെ അടുത്ത കൈ ഏതാ? ഇതറിയാത്ത ആൾക്കാരാണ് കച്ചവടം ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ആരെയും പ്രസിഡന്റ് വല്ലവന്റെ ഷർട്ട് ചൊവ്വില്ല എന്ന് പറയാൻ മാത്രമേ അറിയുള്ളൂ. എടുത്ത കൈ ഏതാന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ബ്രേക്ക് പോയതാ. അപ്പൊ ക്ലച്ച് ചെയ്തോ. ആക്സിലേറ്റർ കൊടുത്തോ. ആക്സിലേറ്റർ ഉള്ളിലിരിക്കോ. അതിന് ആക്സിലേറ്റർ കൊടുത്തേ. നല്ല രസല്ലേ? ഇനി ഒന്നുകൂടി ക്ലച്ച് ചെയ്തേ. ആക്സിലേറ്റർ കൊടുത്തേ. ഇനി നമുക്ക് ഈ കളി ഒന്ന് മാറ്റാണേ. ആക്സിലേറ്ററിന്റെ പേര് മാറ്റി പി എന്നാക്കി. പി പറഞ്ഞേ. പി. ക്ലച്ചിന്റെ പേര് മാറ്റി. ആക്സിലേറ്ററിന്റെ പേര് മാറ്റിട്ട് വി എന്നാക്കി. പി ഫോർ പ്രൈസ്. P for price. V for value. പറഞ്ഞേ. V for value. P for price. V for value. ഇനി ഒന്നുകൂടി കളിക്കാം നമുക്ക്. പ്രൈസിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നേ. ഈ വാല്യൂ ആരുടെയും മുന്നിൽ പെടൂല അല്ലേ? വാല്യൂവിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നേ. പ്രൈസിന് ഒരു വിഷയമല്ല. എങ്ങനെ പ്രൈസിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ. വാല്യൂ കണ്ണിൽ കാണില്ല. വാല്യൂവിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നേ. പ്രൈസിന് ഒരു വിഷയമല്ല. ശരിയാണോ? 22 ലക്ഷം രൂപയുള്ള റൂമിൽ കിടന്നുറങ്ങിയാൽ കിട്ടുന്ന വാല്യൂ അറിയുന്നത് കൊണ്ടാണ് ആ ഒരു നൈറ്റിന് ആ ഹോട്ടലുകാരൻ 22 ലക്ഷം രൂപ ഇട്ടിട്ടുള്ളത്. ശരിയാണോ? ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന കസ്റ്റമർ ആദ്യം എത്തൊന്നുമില്ല, എക്കണോമിക് ക്ലാസ്സുകാരന്റെ ഒപ്പം തന്നെ എത്തുള്ളൂ. പക്ഷെ എന്തിനാ അയാൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്ന് പോവാൻ താല്പര്യം? വാല്യൂ 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 വാല്യൂ. ഇക്കണോമിക് ക്ലാസ്സിൽ ഇരിക്കുന്നവന് ചോറ് കൊടുത്തു തന്നാ അത് തിന്നാൻ സമയം കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ അവന് എടുത്തോണ്ടു. ബിസിനസ്സുകാരൻ അവന് തോന്നുമ്പോ കഴിച്ചാൽ മതി. ഇക്കണോമിക് സീറ്റിൽ ഇരിക്കണവൻ വെള്ളം കുപ്പിയും ചോദിച്ചാ പ്ലീസ് അവിടെ ഇരിക്കട്ടോ, വരാട്ടോ, പറ്റാണെങ്കിൽ തരാട്ടോ. ബിസിനസ്സുകാരൻ കയ്യിൽ പൊക്കുമ്പോഴേക്കും വെള്ളം. വാല്യൂ. ആ വാല്യൂവിനാണ് അയാൾ പൈസ കൊടുത്തത്. ഈ ലോകത്ത് ഒരു സാധനത്തിനും വില കൂടുതലും ഇല്ല കുറവുമില്ല. അത് വാങ്ങുന്നവന്റെ മൈൻഡ് സെറ്റിലാണ് വില കൂടുതലും കുറവും. 1000 രൂപയുടെ ഷർട്ട് വാങ്ങുന്നവൻ അത് വലിയ സംഭവമാണെന്ന് കരുതിയിട്ടാണ് നടക്കണേ. പക്ഷെ അവൻ അറിയില്ലല്ലോ അവിടെ വാൻ ഹുസൈനും ലൂയി ഫിലിപ്പും സോഡും ഡോട്ടും ഒക്കെ ഉണ്ടെന്നുള്ളത്. അത് സ്റ്റാർട്ട് ചെയ്യണത് 2000, 2500. പക്ഷെ അവൻ അറിയില്ലല്ലോ അപ്പുറത്ത് അർമാനി, റയർ റാബിറ്റ് തുടക്കം 6000, 7000. പക്ഷെ അവൻ ശ്രദ്ധിച്ചിട്ടില്ല, അവന് പറ്റിയിട്ടില്ല. തൊട്ടപ്പുറത്ത് ബാൽമെയിൻ അല്ലേ, 40,000, 42,000 രൂപ ഒരു ഷർട്ടിന്. പക്ഷെ അവൻ ശ്രദ്ധിച്ചിട്ടില്ല തൊട്ടപ്പുറത്ത് ലൂയി വിറ്റാൻ 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം. ഇതിൽ ഏതിനാണോ വില കൂടുതൽ? വാൻ ഹുസൈൻ ഷർട്ട് ഇട്ട് നടക്കുന്ന ആൾക്ക് ലൂയി വിറ്റാൻ എന്ന് പറഞ്ഞ ഷർട്ട് സ്വപ്നം കാണാൻ പറ്റുമോ? പറ്റൂല. ലൂയി വിറ്റാൻ എടുത്ത് നടക്കുന്ന കസ്റ്റമർ വാൻ ഹുസൈൻ കൈകൊണ്ട് തൊടുവോ? അപ്പൊ എവിടെ പ്രൈസ് കൂടിയേ? എവിടെ പ്രൈസ് കൂടിയേ? പ്രോഡക്റ്റിനാണോ പ്രൈസ് കൂടിയേ? വാങ്ങുന്നവന്റെ മനസ്സിലാണോ പ്രൈസ് കൂടിയേ? നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന നല്ലൊരു ബീഫ് വരട്ട് ഒരു സ്റ്റീൽ പിഞ്ഞാണത്തിൽ എടുത്തു വെച്ചാൽ അത് ഫ്രീ ആണ്. അതേ ബീഫ് വരട്ട് ഒരു 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 സ്റ്റീൽ പാത്രത്തിൽ നമ്മളൊരു ചായക്കടയിൽ നിന്ന് കഴിച്ചാൽ അതിന് 80 രൂപയായി, അല്ലെങ്കിൽ 90 രൂപയായി. അതേ പ്ലേറ്റ് ബീഫ് വരട്ട് ഒരു ക്രോക്കറി പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു സവോളയും ഒരു കുഞ്ഞു തക്കാളിയും ഒരു ചെറിയൊരു മുളകും വെച്ച് തന്നാൽ ഈ സാധനത്തിന്റെ വില 140, 150 ആയി. അതേ ബീഫ് വരട്ട് ഷേപ്പില്ലാത്തൊരു പാത്രത്തില് കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് വേറൊരു ഷേപ്പില്ലാത്ത പാത്രത്തിൽ 2 സവോളയും വേറൊരു ഷേപ്പില്ലാത്ത പാത്രത്തിൽ ഒരു പച്ചമുളകും അത് വലിയൊരു ട്രേയിൽ വെച്ചിട്ട് ഒരു ഇംഗ്ലീഷുകാരി പോലത്തെ ഒരു പെൺകുട്ടി ഓർഡർ ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കൊടുന്നു തന്നാൽ ആ സാധനം പൈസറായി. ബീഫ് വരട്ട് ഇവിടെ പഴയ ബീഫ് വരട്ട് ഹലോ
ബീഫ് വരട്ട് നമ്മുടെ പഴയ ബീഫ് വരട്ടിനെയാണ്. The way you presented വില കൂട്ടി. ശരിയാണോ? The way you presented വില കൂട്ടി. The way you explained വില കൂട്ടി. പ്രോഡക്റ്റ് വിൽക്കുന്നതിന്റെ ഒപ്പം നിങ്ങൾ നിങ്ങളുടെ നോളജ് കൂടി വിറ്റാൽ നിങ്ങൾ പറയുന്നതാണ് പ്രൈസ്. കാരണം എന്താ അറിയോ, കസ്റ്റമറുടെ മുന്നിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആണ്. നിങ്ങൾക്ക് ഇത് അറിയുള്ളൂ. നിങ്ങൾ പറയുന്നതാണ് സത്യം. നിങ്ങൾ പറയാണ് ഏഷ്യൻ പെയിന്റ്സ് ആണ് നല്ലതെന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഏഷ്യൻ പെയിന്റ്സ് ആണ് നല്ലത്. നിങ്ങളെ കസ്റ്റമർക്ക് വിശ്വാസം ഉണ്ടായി. കസ്റ്റമർക്ക് തോന്നുകയാണ് ഷൈൻ എന്ന് പറഞ്ഞ ആൾക്ക് ഇതിനെ പറ്റിയിട്ട് നല്ല ഗ്രാഹ്യം ഉണ്ട് എന്ന് കസ്റ്റമർക്ക് തോന്നിയാൽ കസ്റ്റമർ പിന്നെ ഷൈനോട് ചോദിച്ചിട്ട് അത് ചെയ്യുള്ളൂ. പക്ഷെ ഷൈൻ പെയിന്റ് വിൽക്കുന്ന ആളാണെങ്കിൽ ഷൈൻ്റെ അടുത്ത് ചെന്നിട്ട് ഷെയർ മാർക്കറ്റിൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ല അല്ലേ? ചിലപ്പോ എന്റെ ഭാര്യ ഒന്ന് ചോദിക്കാം, അന്ന് ആ ഷൈനോട് ഒന്ന് ചോദിക്കും ഷെയർ മാർക്കറ്റിന്റെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറയും അവന് പെയിന്റിനെ പറ്റി ചോദിക്കും, ഷെയർ മാർക്കറ്റിനെ പറ്റി ചോദിക്കണം, അവനോട് ചോദിച്ചാൽ ജോസഫിനോട് ചോദിക്കണം അല്ലേ? നമ്മുടെ മനസ്സിൽ ഓരോരുത്തർക്കും നമ്മൾ ഓരോ ബ്രാൻഡിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്.